മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പയിലെ വോട്ടർമാരായ എ ജയരാമനും ഭാര്യ പ്രസന്നകുമാരിക്കും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലും ഇടമുണ്ടെന്ന് ഞങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തി. ഉപ്പുപാടം ജംഗ്ഷനിലാണ് ജയറാമിന്റെ വീട്. പാലക്കാട് മണ്ഡലത്തിൽ ജയറാമിന് വീടില്ല എന്നാണ് റിപ്പോർട്ടർ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പഞ്ചായത്ത് കൊടുമ്പല്ലേ? പഞ്ചായത്ത് കുടുംബമാണ്. എനിക്ക് ഏറ്റവും നിയറസ്റ്റ് ഇതാണ്. ഞാൻ ഒരു 75 വയസ്സ് 76 വയസ്സായി. എനിക്ക് അത് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മനഃപൂർവ്വം കൊടുത്തു. കള്ളോട്ടാണോ ഇത്? നിങ്ങൾ പറയും. അതുകൊണ്ട് ബൂത്തിന് പേര് വന്നോട്ടെ, പേര് വന്നോട്ടെ. കള്ളോട്ട് എന്താണ്? നിങ്ങളുടെ വോട്ട് ഞാൻ ചെയ്ത കള്ളോട്ട് അങ്ങനെയല്ലേ? അതാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. പാലക്കാട് മണ്ഡലമല്ലല്ലോ. പാലക്കാട് മണ്ഡലം അല്ല. ഇപ്പൊ ഞാൻ ആയതാണ്, മനഃപൂർവ്വം ആയതാണ്. എനിക്കതാണ് സൗകര്യം. തന്റെ സൗകര്യത്തിനനുസരിച്ച് മണ്ഡലം മാറ്റിയിരിക്കുന്നു എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നത്. റോഷിപാൽ ഈ അന്വേഷണത്തിലെ വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ പാലക്കാട് വോട്ടർമാരുടെ എണ്ണം എല്ലാ തിരഞ്ഞെടുപ്പിന് മുൻപും വോട്ടർ പട്ടിക ഒരു പുതുക്കൽ ഉണ്ടാകും. ആ പുതുക്കലിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വോട്ട് കൂട്ടിച്ചേർക്കുന്ന നടപടികളിലേക്കും കടക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് വ്യാപകമായി മലമ്പുഴയിൽ നിന്ന് പാലക്കാട്ടേക്ക് വലിയ ഒരു ഷിഫ്റ്റ് വന്നിരിക്കുന്നു. അത് മലമ്പുഴയിലുള്ള വോട്ടുള്ളവർ തന്നെയാണ് പാലക്കാടും വോട്ടർമാരായി വരുന്നത്. 2 വോട്ട് പട്ടികയിലും പേര് എന്നുള്ളതാണ് ഇതിലെ വ്യത്യാസം. എന്താണ് നമ്മുടെ ഒരു അന്വേഷണത്തിലെ കണ്ടെത്തൽ? എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് ഈ വ്യാജ പട്ടിക, റോഷിപാൽ? സ്മൃതി, ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ വ്യാപകമായി പാലക്കാട്ടേക്ക് വോട്ട് ചേർക്കാൻ വഴിയൊരുക്കുന്നത് ഒന്ന് ഈ പറഞ്ഞ ഉപ്പുപാടം ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു 4 ഭാഗത്തേക്കായിട്ടുള്ള റോഡുകൾ, ആ റോഡിൻ്റെ ഓരോ ഭാഗത്തും ഓരോ നിയമസഭാ മണ്ഡലമായി വരുന്നു എന്നുള്ളതാണ്. അത് ഒരു ഭാഗത്ത് ഇപ്പോൾ ജയരാമൻ താമസിക്കുന്നത് മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിലാണെങ്കിൽ അതിന് ഇടയിലൂടെ ഒരു കുഞ്ഞ് പാത കടന്നു പോകുന്നു. അതിന് തൊട്ടപ്പുറത്ത് പാലക്കാട് നിയമസഭാ മണ്ഡലം. സ്ഥലം നോക്കുമ്പോൾ അത് ഉപ്പുപാടം. വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെ, BLOയുടെ സഹായമില്ലാതെ ഒരിക്കലും ഇങ്ങനെ വ്യാജ വോട്ട് ചേർക്കാൻ കഴിയില്ലെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അത് BLO പരിശോധിച്ച അവിടെ താമസമുണ്ടോ, സ്ഥിരമായി ഈ വ്യക്തി അപേക്ഷ നൽകിയ വ്യക്തി അവിടെ താമസിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ഒരു വീടുണ്ടോ, വീട്ടു നമ്പർ ശരിയാണോ അപേക്ഷയിലുള്ളത്, പേരിൽ ആ വ്യക്തി അപേക്ഷ നൽകിയ വ്യക്തി താമസിക്കുന്നുണ്ടോ എന്നൊക്കെ അത് സ്ഥിരീകരിക്കണം. എന്നിട്ട് BLO നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള അപേക്ഷ അത് സ്വീകരിക്കുകയുള്ളൂ. അതിനനുസരിച്ച് വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇവിടെ ഈ ജയരാമൻ്റെ കാര്യത്തിലാകട്ടെ, ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ഓരോ വ്യാജ വോട്ടർമാരുടെ കാര്യത്തിലാകട്ടെ, ഇവരൊക്കെ 2 തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുകൾ കൂടി അവർ കൈവശം വെച്ചിട്ടുണ്ട്. അവർക്ക് മലമ്പുഴ നിയോജക മണ്ഡലത്തിലാണ് അവർ താമസിക്കുന്നത്. അവിടെയാണ് അവർക്ക് യഥാർത്ഥത്തിൽ വോട്ട് വേണ്ടത്. അവിടെ അവർക്ക് ഒരു വോട്ടർ ID കാർഡുണ്ട്. തൊട്ടപ്പുറത്ത് കഴിഞ്ഞ ഈ വോട്ടർ പട്ടികയിൽ അപേക്ഷ നൽകാനുള്ള തീയതി അവസാനിച്ചത് കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ വോട്ടർ പട്ടികയിൽ അവസാനം പേര് വിട്ടുപോയവർക്ക് പേര് ചേർക്കാനുള്ള അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. അങ്ങനെ നൽകിയ ഈ അവസരത്തിൽ അതിൻ്റെ അവസാന ദിവസങ്ങളിലാണ് ഇങ്ങനെ വ്യാപകമായി വ്യാജ മേൽവിലാസം നൽകി ഈ വോട്ടർ പട്ടികയിലേക്ക് ആളുകൾ തിരികെ കയറ്റിയിരിക്കുന്നത്. ഈ 10-ാം തീയതി കഴിഞ്ഞ മാസം 10-ന് അവസാനിച്ച ആ ഒരു അപേക്ഷ സ്വീകരിക്കുന്ന സമയത്തിനിടയിൽ ഈ ജയരാമനടക്കം നൽകിയ അപേക്ഷയിൽ അവർ നൽകിയ സത്യപ്രസ്താവന അവർക്ക് എവിടെയും വോട്ടില്ലെന്നാണ്. അങ്ങനെ സത്യപ്രസ്താവന നൽകിയാണ് അവർ പാലക്കാട് മണ്ഡലത്തിലേക്ക് വോട്ട് പട്ടികയിലേക്ക് ഇടം നേടുന്നത്. പക്ഷേ അവർക്ക് മലമ്പുഴയിൽ വോട്ടുണ്ട്. മാത്രവുമല്ല അവരുടെ പേരിൽ മലമ്പുഴയിൽ വോട്ടർ ID കാർഡുണ്ട്. ഇത് കണ്ണാടി പഞ്ചായത്തിലേക്ക് വ്യാപകമായി ഈ തരത്തിൽ വോട്ടർ പട്ടികയിലേക്ക് ഇങ്ങനെ തിരികെ കയറ്റപ്പെട്ടു ആളുകളെ എന്ന് വ്യക്തമാണ്. നമ്മൾ ഇന്നലെ രാത്രിയടക്കം പ്രാഥമികമായി പട്ടികകൾ വെച്ച മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ പട്ടിക, ഒപ്പം പാലക്കാട് നിയോജക മണ്ഡലത്തിലെ 4 ബൂത്തുകൾ മാത്രം ഒരു പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ 100-ലേറെ വ്യാജ വോട്ടുകൾ കണ്ടെത്താൻ കഴിഞ്ഞു. അതിൽ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വീടുകൾ പോകാൻ കഴിഞ്ഞത്. നേരെ മറിച്ച് വ്യാപകമായി പരിശോധിച്ചാൽ ഇനിയുമേറെ വ്യാജ വോട്ടുകൾ ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നിലവിൽ 100-ലേറെ വ്യാജ വോട്ടുകൾ ഈ 2 പട്ടികകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. നേരത്തെ ദീപക് മലയമ്മ സൂചിപ്പിച്ചതുപോലെ പലരുടെയും ഈ വോട്ടർ പട്ടികയിലുള്ള വിവരങ്ങൾ അത് അവ്യക്തമാണ്.
പൂർണ്ണമായ മേൽവിലാസമില്ല, അവരുടെ വീട്ടു നമ്പറില്ല, അങ്ങനെ തുടങ്ങിയ പല തെറ്റുകളുമുണ്ട്. അത് ബോധപൂർവം തെറ്റുകൾ വരുത്തിയതാകാം. ഈ വ്യാജ വോട്ടർമാരായി ഈ പാലക്കാട് മണ്ഡലത്തിൽ ഇടം നേടിയ മലമ്പുഴയിലെ താമസക്കാർ അത് അവർ നൽകിയ അപേക്ഷകളാകണമെന്നില്ല. ഇത് സംഘടിതമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘം അവർ നൽകിയ അപേക്ഷകളാവാം. അവർ ഇവരിൽ നിന്നും രേഖകൾ സ്വീകരിച്ചുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ തരത്തിൽ അപേക്ഷ നൽകിയതാകാം. പക്ഷേ ഇത് കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യമാണെന്ന് പോലും ഇവർക്ക് അറിയുമോ എന്നും കാര്യത്തിലും വ്യക്തതയില്ല. ഇങ്ങനെ രണ്ടിടങ്ങളിൽ വോട്ട് ചേർക്കുന്നത് അത് ക്രിമിനൽ കുറ്റമാണെന്നും അത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ ലംഘനമാണെന്ന് ഈ വോട്ടർമാരായി വന്ന ഈ വ്യാജ വോട്ടർമാരായി വന്നവർക്ക് അറിയുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഇക്കാര്യത്തിൽ ആത്യന്തികമായി അവരുടെ ഉത്തരവാദിത്തമാണ്. ഈ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടവർക്ക് വേറെ പട്ടികയിലും പേരുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത്. അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് വരുന്നത് റോഷിപാൽ? സ്മൃതി, നമുക്ക് അത് തത്സമയം തന്നെ അവരുടെ പ്രതികരണം സ്വീകരിക്കേണ്ടത്. കാരണം അവരുടെ സഹായമില്ലാതെ ഒരു കാരണവശാലും ഇങ്ങനെ പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലേക്ക് മലമ്പുഴയിൽ തൊട്ടപ്പുറത്ത് വോട്ടുള്ളവർക്ക് എത്താൻ കഴിയില്ല. കാരണം ഇവരൊക്കെ പരസ്പരം അറിയുന്നവരാണ്. കാരണം ഇവർ തൊട്ടടുത്താണ്. ഒരു റോഡ് മാത്രമാണ് അതിർവരമ്പ്. പാലക്കാട് മലമ്പുഴ മണ്ഡലം തമ്മിലുള്ള ഒരു കുഞ്ഞു റോഡിൻ്റെ അതിർവരമ്പാണ്. അവിടെ 2 മണ്ഡലം, അവിടെ 2 പഞ്ചായത്തുകൾ കിടക്കുന്നു. ഇവർക്ക് പരസ്പരം അറിയാവുന്നവരാണ്. ഇവർക്കൊന്നും ഈ വ്യാജമായി ഇവിടെ വ്യാജ മേൽവിലാസത്തിൽ വോട്ടർ പട്ടികയിൽ ഇടം നേടിയവർക്കാകട്ടെ അവർക്കാർക്കും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അവർക്ക് വീടില്ല, അവർക്ക് വാടക വീട് പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്ഥിരമായി അവർ തൊട്ടപ്പുറത്ത് പഞ്ചായത്തിൽ, കുടുംബം പഞ്ചായത്തിൽ താമസിക്കുമ്പോഴാണ് അവർ വ്യാജമായി ഇപ്പുറത്തേക്ക് വോട്ട് ചേർക്കുന്നത്. ഇതിൻ്റെ അപേക്ഷ അത് സ്വീകരിക്കുകയും അപേക്ഷയ്ക്ക് അംഗീകാരം നൽകുകയും ചെയ്ത BLOമാർ സ്വാഭാവികമായും ഈ വലിയ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകേണ്ടതാണ്. ഈ കാര്യത്തിൽ പരാതികൾ നിരവധി ഇപ്പോൾ തന്നെ ജില്ലാ കളക്ടർക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞു. സാനിയോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ആ പ്രദേശത്തെത്തിയപ്പോൾ അവിടെയുള്ള എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇത് മാത്രമാണ്: ഈ വ്യാജ വോട്ട് അന്വേഷിക്കാൻ വന്നതാണോ എന്നാണ് അവരുടെയൊക്കെ ചോദ്യം. കാരണം അവിടെ പലർക്കും ആക്ഷേപമുണ്ട്. അവർ അറിയാതെ തങ്ങളുടെ പേര് വോട്ടർ പട്ടികയിലേക്ക് പാലക്കാട് എത്തിയെന്നടക്കമുള്ള ആക്ഷേപങ്ങൾ പലർക്കും ഉണ്ടെന്നാണ് അറിയുന്നത്. പലരും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അവർക്ക് ഭയമുണ്ട്. കാരണം ഇത് ക്രിമിനൽ കുറ്റമാണെന്ന് അറിയുന്നവരുണ്ട്. ആ തരത്തിൽ വലിയ പ്രശ്നമാണ് ഈ മേഖലയിലുള്ളത്. ഏതായാലും സംഘടിതമായി ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട്, കാരണം ഉപതെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലേക്ക് ഈ പേര് ചേർക്കാൻ, കൂട്ടിച്ചേർക്കാനുള്ള അവസരം അത് അവസാനിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് അവസാനത്തെ 20 ദിവസമാണ് ഈ തരത്തിൽ മേൽവിലാസം, വ്യാജമായ മേൽവിലാസത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ അതിർത്തി പ്രദേശത്ത് ഇത്രയേറെ വോട്ടുകൾ ചേർക്കപ്പെട്ടത്. ഒരിക്കൽ കൂടി പറയാം സ്മൃതി, ഇന്നലെ നമ്മൾ ഈ 2 വോട്ടർ പട്ടിക കൈകളിൽ ലഭിച്ചപ്പോൾ അത് താരതമ്യം ചെയ്യുമ്പോൾ തന്നെ അതിൽ 100-ലേറെ വ്യാജ വോട്ടർമാരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ടുള്ള പരിശോധനയിൽ 100 വോട്ടർമാരെ കണ്ടെത്തിയെങ്കിൽ ഒരു വിശദമായ പരിശോധനയിൽ അതിലപ്പുറം കണ്ടെത്താനാകുമെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെ എന്നുള്ള കാര്യമാണ് പുറത്തേക്ക് വരേണ്ടത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഒറ്റയ്ക്ക് ചെയ്യുന്നതാണോ, അതോ ഇതിന് പിന്നിൽ ഏതെങ്കിലും ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ? ഈ തരത്തിൽ വ്യാജ വോട്ടർ ID നൽകുന്നതിൽ ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ. ഇതിൽ BLOമാരുടെ ഉത്തരവാദിത്തം അവിടെ ഏറ്റവും പ്രധാനമാണ്. അവരെങ്ങനെ ഈ കാര്യത്തിൽ അന്വേഷണം നടത്തി നടപടികൾ എടുത്തു എന്നുള്ള കാര്യം വ്യക്തമാകേണ്ടതുണ്ട്.